മാലിന്യവാഹിനിയായ ആമയിഴഞ്ചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ജലരേഖയായതിന്റെ തെളിവാണ് ജോയിക്കായുള്ള തെരച്ചിലിനിടെ മലയാളി കണ്ട ദൃശ്യങ്ങൾ. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയുടെ പരാജയമാണ് ഈ ദുർഗതിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലാണ് നഗരം കെട്ടിപ്പടുത്തതെന്ന വിമർശനവും ശക്തമാണ്. വിളിച്ചുവരുത്തിയ ദുരന്തമാണ് വാസ്തവത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിലേത്. തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് മാലിന്യവാഹിനിയായിട്ട് വർഷങ്ങളായി. രാജഭരണകാലത്ത് തെളിനീരായി ഒഴുകിയിരുന്ന തോട്ടിൽ ഇന്ന് മാലിന്യങ്ങൾ ഒഴുകിപ്പരക്കുകയാണ്. എത്ര തവണ വൃത്തിയാക്കിയാലും ദിവസങ്ങൾക്കകം പഴയപടിയാകും. കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട തോടുകളിലൊന്നാണ് കുറേ കാലമായി ആമയിഴഞ്ചാൻ തോട്. എന്നാൽ 9 വർഷം മുൻപ് ആമയിഴഞ്ചാൻ തോട് ഏറെ വൃത്തിയായി കാണപ്പെട്ടു. ഓപ്പറേഷൻ അനന്ത സമയത്തായിരുന്നു അത്. ടണലിലെ മാലിന്യം പൂർണ്ണമായി നീക്കി. ടണലിന്റെ അകത്തുകൂടി JCBയും കടന്നുപോയിരുന്നു. റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖ ഇന്നും ഫയലുകളിൽ കിടപ്പുണ്ട്. പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതിരേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ആമയിഴഞ്ചാൻ തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടെ വൃത്തിയാക്കി കോൺക്രീറ്റ് ബോക്സ് ഉപയോഗിച്ച് ഉപരിതലം പാതിയായി ഉപയോഗിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന പദ്ധതി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് 2007-ലും 2012-ലും സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുവാദം നൽകിയില്ല. ആമയിഴഞ്ചാൻ തോട് ഇന്ന് തിരുവനന്തപുരത്തിന് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. ഇനിയും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കൂടും. സമയം കളയാതെ മാലിന്യമുക്തമാക്കണം ആമയിഴഞ്ചാൻ തോടിനെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.